ഒരിക്കലും അതൊന്നും കേരളത്തില് രാഷ്ട്രീയ വിഷയമാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും അധികം രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് SFI ആണ്. SFI ഇത്തരത്തിലുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ സംഭവം പ്രത്യേകമായി പരിശോധിക്കേണ്ടത് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ടിവിറ്റി. പോലീസ് പറയുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല എന്ന് പ്രാഥമിക അന്വേഷണം ക്രിമിനൽ കുറ്റകൃത്യമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ദിസ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ. അതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പാർട്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കും. ഇപ്പൊ 31 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തി. അത് തന്നെ ആ വിദ്യാർത്ഥികൾ കർശനമായ നടപടിയാണ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കൂടി വന്നാൽ, ഇന്നിപ്പോ ട്രഷറിയിൽ ഇന്നലെ ഒരു ദിവസം ശമ്പളം കിട്ടിയില്ല എന്നൊരു വാർത്തയും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നിടത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമാവോ? സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നമാവും. അത് ഞങ്ങളെയല്ല ബാധിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക കേരളത്തിനെതിരെ. അതിനെതിരെ ഒരക്ഷരം പറയാത്ത UDF-കാരാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള രാഷ്ട്രീയ വിരോധം കേരളത്തോട് തീർക്കുകയാണവർ. അപ്പൊ അതിനവർ മറുപടി പറയേണ്ടി വരും. അപ്പൊ അത് സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയായാൽ ഗുണമേ ചെയ്യൂ. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെക്കെതിരായി കേരളത്തിലെ ഗവൺമെന്റ്, MLA-മാർ, MP-മാർ എല്ലാം ചേർന്ന് ഡൽഹി സമരം നടത്തി. ആ സമരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉപനേതാവിനെ നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്തു. അവർ വന്നില്ല. അപ്പൊ BJP-ക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരം നടത്താനുള്ള ധൈര്യം പോലും അവർ